അടുത്ത് നമുക്ക് സംഖ്യകൾ നോക്കാം. സംഖ്യകൾ എങ്ങനെ തിരിച്ചറിയാം? പോസിറ്റീവ് സംഖ്യകൾ, നെഗറ്റീവ് സംഖ്യകൾ നോക്കാം. അപ്പോൾ ഒരു സംഖ്യയ്ക്ക് ചിഹ്നമൊന്നും ഇല്ലെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? ഒരു സംഖ്യയുടെ ഇടത് സൈഡിൽ വല സൈഡിലുള്ള ഇടത് സൈഡിൽ പ്ലസ് ചിഹ്നമാണെങ്കിൽ എന്തായിരിക്കും? അത് പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരു സംഖ്യയുടെ ഇടത് സൈഡിൽ മൈനസ് ചിഹ്നമാണെങ്കിൽ അത് നെഗറ്റീവ് നമ്പർ ആയിരിക്കും. എന്തായിരിക്കും? നെഗറ്റീവ് സംഖ്യ ആയിരിക്കും. ഇനി സംഖ്യയുടെ അപ്പുറത്ത് മൈനസ് വന്നു കഴിഞ്ഞാൽ ഇത് പരിഗണിക്കുന്നതല്ല. സംഖ്യയുടെ ഇടത് സൈഡിലാണ് ചിഹ്നമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് സംഖ്യകൾ കൂട്ടുന്നത് എങ്ങനെ നോക്കാം. സംഖ്യകൾ കൂട്ടുന്നതിന് നമുക്ക് രണ്ട് നിയമങ്ങളുണ്ട്. ഒന്ന്, ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം തന്നെ കൊടുക്കണം. മറ്റൊന്ന്, വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. ഒരേ ചിഹ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് ഒരു സംഖ്യ എടുക്കുകയാണ്, ഒരു 4 ഒരു 3 അങ്ങ് എടുക്കുകയാണ്. അപ്പൊ രണ്ടും പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ, രണ്ടും ഒരേ ചിഹ്നം അല്ലേ? പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? കൂട്ടിയിട്ട് പോസിറ്റീവ് ചിഹ്നം കൊടുക്കണം. അപ്പൊ ചിഹ്നം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ചിഹ്നം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടുത്തെ രണ്ട് നെഗറ്റീവ് നമ്പർ എടുക്കണം. -4 -3. -4 പ്ലസ് -3. ഇപ്പൊ രണ്ടും ഇവിടെ -4 -3 രണ്ടും ഒരേ ചിഹ്നമല്ലേ? ഒരേ ചിഹ്നമായിട്ട് സംഖ്യകൾ കൂട്ടുക. 4 3 7. കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? അതേ ചിഹ്നം തന്നെ കൊടുക്കണം. അതേ ചിഹ്നം, രണ്ടിന്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് മൈനസ് ചിഹ്നം കൊടുക്കണം. മനസ്സിലായോ? ഇനി അടുത്ത വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ ഇങ്ങനെ നോക്കാം. നമുക്കാണെങ്കിൽ ഇവിടുന്ന് ഒരു 4 എടുക്കാം. ഒരു പോസിറ്റീവ് നമ്പർ ആയിട്ട് ഒരു 4 എടുക്കാം. എന്നിട്ട് ഇവിടുന്ന് നെഗറ്റീവ് നമ്പർ ആയിട്ട് നമ്മളൊരു -3 എടുക്കുക. ഒരു -3 എടുക്കുക. വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ നമ്മൾ കൂട്ടാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൂടാം. അപ്പൊ ചിഹ്നം നോക്കണ്ട, സംഖ്യ നോക്കിയാൽ മതി. അപ്പൊ 4 4 നിന്ന് എത്ര കുറയ്ക്കണം? 3 കുറയ്ക്കണം. 4 3 എത്രയാണ്? 1. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഏതാണ്? പ്ലസ് ആണ്. അപ്പം +1 ആയിരിക്കും. ചിഹ്നം വേണ്ട, പ്ലസ് ആയതുകൊണ്ട് ചിഹ്നം വേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് ഇവിടുന്ന് ഒരു -4 എടുക്കുകയാണ്. ഇവിടുന്ന് ഒരു -4 എടുക്കുകയാണ്. ഇവിടുന്ന് ഒരു +3 എടുക്കുകയാണ്. ഇവിടെ ഒരു -4 എടുത്തു, അപ്പുറം ഒരു +3 എടുത്തു. അപ്പൊ നമുക്കിവിടെ കൂട്ടാനാണ്, പ്ലസ് വന്നുകൊണ്ട് കൂട്ടാനാണ്. പക്ഷെ നമുക്കിവിടെ എന്ത് ചെയ്യാം? കൂട്ടാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഒരു മൈനസും ഒരു പ്ലസും വന്നുകൊണ്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അതായത് വ്യത്യസ്ത ചിഹ്നം വന്നുകൊണ്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കണം. കുറച്ചിട്ട് എന്താണ്? വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കണം. 4 3 പോകെ 1. വലിയ സംഖ്യ ഏതാണ്? 4 വലിയ ചിഹ്നം മൈനസ്. അപ്പൊ -1 കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത നമുക്ക് കുറയ്ക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. വ്യവകലനം. കുറയ്ക്കുന്നതിനുള്ള നിയമം എന്ന് പറഞ്ഞാൽ കുറയ്ക്കുന്നതിന് കുറയ്ക്കേണ്ടുന്ന സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടണം. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് ഉദാഹരണത്തിന് ഒരു 4 4 -2. 4 -2 എന്താണ്? 4 ഇത് 2 എത്രയാണെന്ന് അറിയാം. നമുക്കറിയാം എത്രയാണെന്നറിയാം? 2 ആണെന്നറിയാം. അപ്പൊ നമുക്ക് നിയമം അനുസരിച്ച് നോക്കാം. കുറയ്ക്കുന്നതിന് എന്താണ്? കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടണം. അപ്പൊ ഇതിനകത്ത് കുറയ്ക്കേണ്ട സംഖ്യ ഏതാണ്? 2 ആണ്. അപ്പം നമ്മൾ 4 അതേപോലെ തന്നെ എഴുതുക. അപ്പൊ കുറയ്ക്കുന്നതിന് ഇപ്പൊ ഇത് +2 ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ കുറയ്ക്കാനുള്ള ചിഹ്നമാണ് ആയിട്ട് പരിഗണിക്കുക. അപ്പൊ +2 എന്താവും? -2 ആകുക. +2 എന്താവും? -2 ആകുക. കുറയ്ക്കുന്നതിന് കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റിയിട്ട് എന്ത് ചെയ്യണം? കൂട്ടണം. കൂട്ടാനുള്ള ചിഹ്നം എന്താ? ഈ മൈനസ് എന്താവും? പ്ലസ് ആവും. ഇതിപ്പോ കൂട്ടാനായി. കൂട്ടാനുള്ള നിയമം എന്താണ്? രണ്ടും പ്ലസ് ആണെങ്കിൽ കൂട്ടിയിട്ട് പ്ലസ് ചിഹ്നം കൊടുക്കാം. രണ്ടും മൈനസ് ആണെങ്കിൽ കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം കൊടുക്കാം. ഇതിപ്പോ ഒരു പ്ലസ് ഒരു മൈനസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. അപ്പൊ 4 2 പോകെ എത്രയാണ്? 2. വലുതിന്റെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് പ്ലസിന് വേണ്ട ആവശ്യമില്ല. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത ചോദ്യം നോക്കാം. 4 -2. ഇവിടെ 4 -2 ആണ്. ഇവിടെ കുറയ്ക്കേണ്ട സംഖ്യ -2 ആണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അപ്പൊ 4 അതേപോലെ തന്നെ എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ 4 അതേപോലെ എഴുതുക. -2 എന്താവും? +2 ആവും. അപ്പൊ കുറയ്ക്കുന്ന സംഖ്യയുടെ ചിഹ്നം മാറ്റി. കുറയ്ക്കേണ്ട സംഖ്യ -2 ആണ്. -2 ചിഹ്നം മാറ്റി +2 ആയി. ചിഹ്നം മാറ്റിയിട്ട് കൂട്ടണം. കൂട്ടാനുള്ള ചിഹ്നം എന്തോ? പ്ലസ് ആണ്. ഈ മൈനസ് എന്തോ? പ്ലസ് ആണ്. പറഞ്ഞു മനസ്സിലായി? ഇപ്പൊ ഇത് രണ്ടും പ്ലസ് ആയതുകൊണ്ട് പോസിറ്റീവ് നമ്പർ ആയിട്ട് നമുക്ക് എന്താ എഴുതാം? നമുക്ക് കൂട്ടി എഴുതാം. 4 2 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. പറഞ്ഞു മനസ്സിലായി? ഇനി അടുത്ത് നോക്കാം. -4 -2 നോക്കാം. -4 -2. നമുക്ക് 2 ആണ് കുറയ്ക്കാനുള്ളത്. അപ്പം -4 അതേപോലെ തന്നെ എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ ഈ 2 എന്തോ? +2 എന്തോ? -2 ആവും. കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടണം. ഈ മൈനസ് എന്തോ? പ്ലസ് ആവും. പറഞ്ഞു മനസ്സിലായി? അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? ഇവിടെ പ്ലസ് വന്നുകൊണ്ട് ഇത് കൂട്ടാനാണ്. അപ്പൊ 2 മൈനസ് ആയിട്ട് എന്ത് ചെയ്യാം? കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം കൊടുക്കാം. 4 2 കൂട്ടുമ്പോൾ എത്ര 6. 2 മൈനസ് ആയിട്ട് എന്ത് ചെയ്യണം? മൈനസ് ചിഹ്നം കൊടുക്കണം. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത നോക്കണം. -4 -2. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ -4 അതേപോലെ തന്നെ എഴുതും. -4 അതേപോലെ തന്നെ എഴുതുക. ഇനി നമുക്ക് കുറയ്ക്കാനുള്ള സംഖ്യ -2 ആണ് കുറയ്ക്കാനുള്ളത്. അതുകൊണ്ട് -2 എന്താവും? -2
ചിഹ്നം മാറ്റണം. ചിഹ്നം മാറ്റുമ്പോൾ എന്താവും? -2 എന്താവും? +2 ആവും. -2ന് ചിഹ്നം മാറ്റുമ്പോൾ +2 ആവും. ചിഹ്നം മാറ്റിയിട്ട് എന്ത് ചെയ്യണം? കൂട്ടണം. കൂട്ടാനുള്ള ചിഹ്നം എന്തോ? പ്ലസ് ഇട്ട് കൊടുക്കണം. ഇപ്പൊ ഇവിടെ നോക്കോ, ഇതിപ്പോ കൂട്ടാനല്ലേ? കൂട്ടാനാണെങ്കിൽ രണ്ടും പ്ലസ് ആണെങ്കിൽ കൂട്ടിയിട്ട് പ്ലസ് ചിഹ്നം കൊടുക്കാം. രണ്ട് മൈനസ് ആണെങ്കിൽ കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം കൊടുക്കാം. ഒരു മൈനസ് ഒരു പ്ലസും വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയും കുറയ്ക്കണം. സംഖ്യയിൽ നിന്ന് 4 2 പോകെ 2. വലുതിന്റെ ചിഹ്നം എന്താണ്? മൈനസ്. അപ്പൊ -2 കിട്ടും. ക്ലിയർ ആയോ? അടുത്ത നമുക്ക് ഗുണിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗുണനം. ഒരേ ചിഹ്നമാണെങ്കിൽ പ്ലസും വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ മൈനസും ആയിരിക്കും. ഇപ്പൊ ഒരേ ചിഹ്നമാണെങ്കിൽ പ്ലസ് ഗുണം പ്ലസ് ഇസിക്കൽ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. അടുത്ത മൈനസ് ഗുണം മൈനസ് ഇസിക്കൽ പ്ലസ് ആയിരിക്കും. രണ്ടും ഒരേ ചിഹ്നമാണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. ഒരു പ്ലസും ഒരു മൈനസും വന്നു കഴിഞ്ഞാൽ ഉത്തരം മൈനസ് ആയിരിക്കും. ഒരു മൈനസും ഒരു പ്ലസും വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അതായത് പ്ലസ് ഗുണം പ്ലസ് ഇസിക്കൽ പ്ലസ്, മൈനസ് ഗുണം മൈനസ് ഇസിക്കൽ പ്ലസ്, പ്ലസ് ഗുണം മൈനസ് ഇസിക്കൽ മൈനസ്. അപ്പൊ രണ്ടും ഒരേ ചിഹ്നമാണെങ്കിൽ പ്ലസും വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ എന്തോ ആയിരിക്കും? വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ മൈനസും ആയിരിക്കും. അപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം. 5 ഗുണം 5. അപ്പൊ രണ്ട് പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ ഉത്തരം എന്തായിരിക്കും? +25 ആയിരിക്കും. ഉത്തരം എന്തായിരിക്കും? +25 ആയിരിക്കും. അടുത്ത -5 ഗുണം -5. -5 ഗുണം -5 എന്തായിരിക്കും? ഇസിക്കൽ 5 ഗുണം 5 25. മൈനസ് ഗുണം മൈനസ് എന്തായിരിക്കും? പ്ലസ് തന്നെ ആയിരിക്കും. ഇനി അടുത്ത +5 ഗുണം -5. -5 +5 ഗുണം -5. 5 ഗുണം 5 25. പ്ലസ് ഗുണം മൈനസ് എന്തായിരിക്കും? -25 ആയിരിക്കും. അടുത്ത -5 ഗുണം 5 +5. 5 ഗുണം 5 എന്താണ്? 25. പ്ലസ് ഗുണം മൈനസ് എന്താണ്? പ്ലസ് ഗുണം മൈനസ് എന്താണ്? മൈനസ്. മനസ്സിലായോ? അടുത്ത നമുക്ക് ഹരിക്കുന്ന എങ്ങനെ നോക്കാം. ഹരിക്കുന്നത് 10/5. 10/5 രണ്ട് പോസിറ്റീവ് ആണെങ്കിൽ, രണ്ട് പോസിറ്റീവ് ചിഹ്നങ്ങളിൽ രണ്ട് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. 10നെ 5 കൊണ്ട് ഭാഗ്യം എത്രയാണ്? 2 5 10. ഉത്തരവ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ചിഹ്നേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത 10/5 രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ, രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ രണ്ട് നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ ന്യൂമറേറ്റർ നെഗറ്റീവ് ആണ്, ഡിനോമിനേറ്റർ നെഗറ്റീവ് ആണ്. 10നെ 5 കൊണ്ട് ഭാഗിക്കാനാണ്. ഈ രണ്ടും ക്യാൻസൽ പോകും. പറഞ്ഞ മനസ്സിലായി? ഉത്തരം എന്താണ്? പ്ലസ് ആയിരിക്കും. ഇനി അടുത്ത ഒരെണ്ണം പ്ലസ്. അപ്പോൾ 10/5. 10/5 തന്നെയാണ്. അപ്പോൾ ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസും ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഉത്തരം മൈനസ് ആയിരിക്കും. അടുത്ത 10/5 ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണെങ്കിൽ ഇവിടെ മൈനസും ആണ്. ഇവിടെ പ്ലസും ന്യൂമറേറ്റർ പ്ലസും ഡിനോമിനേറ്റർ മൈനസും ആണ്. ഉത്തരം എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. -2 ആയിരിക്കും.